ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചക്ക അവിയൽ. ചക്കയും മാങ്ങയും കുറച്ച് മുരിങ്ങയ്ക്കയൊക്കെ ഇട്ടുണ്ടാക്കിയ അടിപൊളി അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവിയലിന് വേണ്ടി കുറച്ച് ചക്കയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ചക്കച്ചുളയും കുരുവൊക്കെ ഇങ്ങനെ മാറ്റിയെടുത്തു. ഇതേപോലെയാണ് അരിയേണ്ടത്. അവിയലിന് നീളത്തിൽ, നമ്മൾ അവിയലിൻ്റെ കഷ്ണം നീളത്തിലാണല്ലോ അരിയുന്നത്. അതേപോലെ തന്നെ ഇത് ഞാൻ അരിഞ്ഞെടുക്കും കേട്ടോ. ബാക്കിയും കൂടെ അരിഞ്ഞിട്ട് വരാം. അപ്പോൾ ചക്ക കുരുവും തുളയും ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ട്, മാങ്ങയും മുരിങ്ങയ്ക്കായും ഇതേപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. മാങ്ങ ഉണ്ടോ ഒന്ന് അവിടെ ആയിട്ട് പീൽ ചെയ്തിട്ട് ഇനി കട്ട് ചെയ്യാൻ പോവാം. മാങ്ങ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചു. മുരിങ്ങയ്ക്ക ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നടുക്കൂടെ കീറിയിട്ട് കുറച്ച് കറി ലീഫൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ചക്കച്ചുള ഇതേപോലെ കട്ട് ചെയ്യേണ്ട കേട്ടോ, ഒത്തിരി അങ്ങ് തിന്നാക്കണ്ട. പക്ഷെ ചക്കക്കുരു ഞാൻ നന്നായിട്ട് ചെറിയ കഷ്ണമൊക്കെ ഇട്ടേക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്നിച്ചാണല്ലോ കുക്ക് ചെയ്യുന്നത്. ചക്കച്ചുളയും ചക്കക്കുരും ഈ മുരിങ്ങയ്ക്കയും എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ചക്കച്ചുളയ്ക്ക് ഇച്ചിരി കട്ടിയുണ്ടെങ്കിലും കുഴപ്പമില്ല, ചക്കക്കുരു ഇച്ചിരി തിന്നായിട്ടായിരുന്നു കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിടന്നിട്ട് എല്ലാം കൂടെ കുക്ക് ചെയ്ത് വേഗത്തിൽ വരും. ഒത്തിരി കട്ടിയായിട്ടിട്ട പിന്നെ ബാക്കിയുള്ള എല്ലാം വെന്ത് പോവും. ചക്കക്കുരു മാത്രം സമയമെടുക്കും കുക്ക് ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും ഇതേപോലെ അരിഞ്ഞിട്ടു. ചക്കക്കുരു മാത്രം ഇച്ചിരി തിന്നായിട്ട് ഇട്ടു. പിന്നെ അമ്മ പറഞ്ഞ് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാങ്ങ ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അരയ്ക്കാനുള്ളത് തേങ്ങ, 2 ചെറിയ ഉള്ളി, കറി ലീഫ്, ഗ്രീൻ ചില്ലി, ക്യുമിൻ പൗഡർ, കാശ്മീരി ചില്ലി, ടർമറിക് പൗഡർ. ആദ്യം ഈ തേങ്ങ ഒന്ന് അരച്ച് മാറ്റി വെക്കുക. എല്ലാം കൂടെ ഇട്ട് അരച്ചെടുക്കാം. അവയെല്ലാം അരയ്ക്കുന്ന പോലെ ഉണ്ടോ, ഇതേപോലെ അരച്ച് മാറ്റി വെച്ചു. നമ്മൾ അരിഞ്ഞ് വെച്ച ചക്കക്കുരും ചക്കയെല്ലാം കൂടെ ഒരു കലത്തിലിട്ടിട്ടാട്ടോ. മുരിങ്ങയ്ക്കായും ചക്കക്കുരും ചക്കയും എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വന്നിട്ടുള്ളൂ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് എല്ലായിട്ട് മിക്സ് ചെയ്ത് നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അവിടെ ഇരുന്ന് കുക്ക് ചെയ്ത് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതിപ്പം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതിന് വെച്ച് മാങ്ങ അതിലേക്ക് ഇട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെക്കാം. എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മാങ്ങയും കൂടി ഇട്ടിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. സാൾട്ട് ഇട്ട് ഇളക്കി വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്ത് വന്നതിന് ശേഷം അരപ്പിട്ട് കൊടുക്കാം. വെജിറ്റബിളൊക്കെ നോക്കുക, ഓൾമോസ്റ്റ് കുക്ക് ചെയ്ത് വരാറാവുന്ന സമയത്ത് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇതിപ്പം നോക്ക് കുക്ക് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പതിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ കേട്ടോ. ഞാൻ അരപ്പിൻ്റെ ആ വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇപ്പോൾ വേണമെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഇച്ചിരി ഉപ്പിട്ട് അരപ്പിട്ടപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഉപ്പ് ഇട്ട് ഫ്ലെയിം കുറച്ച് വെച്ചാലും മതി കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടി ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്ക് ചെയ്ത് വന്നതാണ് ഇതിനകത്ത് വെജിറ്റബിളൊക്കെ. അവിയലാണല്ലോ, അപ്പോൾ അവിയലിന് ഇതുപോലെ ഇരിക്കണമല്ലോ. അപ്പം എല്ലാം കൂടി ഈ അരപ്പെല്ലാം കൂടി ഒന്ന് അതിനകത്ത് പിടിക്കാൻ വേണ്ടി ഒന്നോടൊന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 3 to 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിയൽ റെഡി. ലാസ്റ്റ് കുറച്ച് കറി ലീഫ് ഇട്ട് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ അവിയലിനൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ അതുപോലെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി. ചക്ക അവിയൽ ആവശ്യത്തിന് പുളിയും ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ പുളിയുള്ള മാങ്ങയായിരുന്നു. നമ്മുടെ യമ്മി ചക്ക അവിയൽ റെഡി ഉണ്ടോ. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.